ഹലോ കൂട്ടുകാരെ, ഇനി നമുക്ക് കുറച്ച് ബജ്ജി ഉണ്ടാക്കി നോക്കിയാലോ. കോളിഫ്ലവറും അതുപോലെ തന്നെ മുളക് ബജ്ജിയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. കോളിഫ്ലവർ ബജ്ജി ആദ്യം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ കോളിഫ്ലവർ എടുക്കുന്നുണ്ട്. കോളിഫ്ലവറിൻ്റെ മേളിൽ നമുക്ക് കുറച്ച് പാടുകളൊക്കെ കാണാം. അത് നമ്മൾ ഏതൊരു കോളിഫ്ലവർ വാങ്ങിച്ചാലും ഉണ്ടാകും. പക്ഷേ നമ്മൾ നന്നായിട്ട് കഴുകി ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ കോളിഫ്ലവർ ചെറുതായി കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റി നല്ല പാത്രത്തിലേക്ക് ഇടുന്നു. അതിനുശേഷം വെള്ളത്തിൽ നമുക്ക് തിളപ്പിച്ച് വേണത് ഉപയോഗിക്കാനായിട്ട്, കാരണം വിഷാംശമൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളൊരു പാത്രം വെള്ളം എടുക്കുന്നു. നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഇട്ടാണ് തിളപ്പിക്കുന്നത്. നന്നായിട്ട് തിളച്ച വെള്ളത്തിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന കോളിഫ്ലവറുകൾ ഇടുന്നു. ഏകദേശം തിളച്ച വെള്ളത്തിലേക്കാണ് നമ്മൾ കോളിഫ്ലവറുകൾ ഇട്ടത്. ഒന്നും കൂടെ ഒന്ന് ചൂടായി തിളച്ച ശേഷം കോളിഫ്ലവറുകൾ ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് നമ്മൾ വേവിക്കുകയാണ്. അത്രമാത്രം വേവ് മാത്രം മതി ഇതിന്. ഇനി എന്തെങ്കിലും വേവാനുണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ പിന്നീട് ബജ്ജി ഉണ്ടാക്കുന്ന സമയത്ത് ബാക്കി വെന്തുകൊള്ളും. അങ്ങനെ നമ്മൾ ഈ വെള്ളത്തിൽ തന്നെയാണ് ഇട്ട് വയ്ക്കുന്നത്. ഇട്ട് വെച്ചതിന് ശേഷം നമുക്കിനി മാവ് തയ്യാറാക്കാം. മാവ് തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാത്രത്തിൽ കടലമാവാണ് ഉപയോഗിക്കുന്നത്. കടലമാവാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത്. 2 സ്പൂൺ കടലമാവിന് 1 സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എനിക്കിവിടെ ഗോതമ്പ് പൊടിയും അവൈലബിൾ ആയതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അല്ലെങ്കിൽ കടലമാവ് മാത്രം യൂസ് ചെയ്താലും മതി. കടലമാവും ഗോതമ്പ് പൊടിയും കുറച്ച് കോൺഫ്ലവറും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. കോൺഫ്ലവർ കുറച്ച് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്ന ഒന്നാണ് അത്. അതിലേക്ക് കുറച്ച് മസാലയും കുറച്ച് കായം പൊടിയും കുറച്ച് മുളക് പൊടിയും ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് കോളിഫ്ലവറിന് വേണ്ടിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ മുളക് പൊടിയും കൂടെ ചേർത്തത്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അത് നന്നായിട്ട് നമുക്കൊന്ന് പരുവത്തിലാക്കി എടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച് വെള്ളത്തിലേക്ക് ഇട്ട കോളിഫ്ലവർ ഇല്ലേ, അവയുടെ വെള്ളമെല്ലാം ഞാൻ ഊറ്റിക്കളഞ്ഞ് കോളിഫ്ലവർ മാത്രമാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം എൻ്റെ ഇതിലിപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ നല്ലൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആ മാവിലേക്ക് നമ്മുടെ കോളിഫ്ലവറിനെ ഇട്ട് മാവ് എല്ലായിടത്തും എത്തുന്ന തരത്തിലാക്കി വെക്കാം. അതിനുശേഷം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ കോളിഫ്ലവർ ഇട്ട് കൊടുക്കുന്നു. ഒന്നിനോട് തൊടാത്ത രീതിയിൽ വേണം നമ്മളിത് ഇടാനായിട്ട്. ഇനി നിങ്ങളുടെ ചെറിയ പാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അഥവാ നമ്മളെല്ലാം കൂടി ഇടുകയാണെങ്കിൽ തന്നെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഓരോന്നിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കേണ്ടതാണ്. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ട് വരുമ്പോൾ നമുക്കതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേ നമ്മുടെ സ്വാദിഷ്ടമായ കോളിഫ്ലവർ ബജ്ജി റെഡി. ഇനി നമുക്ക് മുളക് ബജ്ജി ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടി മുളക് എടുത്തിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങിച്ചത് തന്നെയാണ്. നമ്മൾ ഒരു 6 മുളകാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഞെട്ട് കളഞ്ഞെടുക്കുന്നുണ്ട്. നമുക്ക് ആദ്യമേ തന്നെ ഒന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് വലിയ എരിവൊന്നും ഇല്ലാത്ത മുളകായിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ നല്ല എരിവുണ്ടാകാം. എന്തായാലും ഞാൻ ഏത് മുളക് വാങ്ങിച്ചാലും വെള്ളത്തിലിടാറുണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകാം. അതിനുശേഷം നമ്മൾ നന്നായിട്ട് മുറിച്ചെടുക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മുറിച്ചെടുക്കാം. ഞാനിവിടെ 2 ആക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 ആക്കാം, അല്ലെങ്കിൽ ഒരു മുളകിനെ തന്നെ 2 പീസാക്കിയതിന് ശേഷം മുറിച്ചെടുക്കുക, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ പീസാക്കി എടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ അരിയെല്ലാം കളഞ്ഞതിന് ശേഷമാണ് വെള്ളത്തിലിടുന്നത്. എന്നിട്ട് വെള്ളത്തിൽ ഏകദേശം ഒരു അരമണിക്കൂറോളം ഞാൻ വെച്ചു. 10 മിനിറ്റ് നേരം വെച്ചാലും മതി, കുഴപ്പമില്ല. യൂസ് ചെയ്യുന്നത് നേരത്തെ പോലെ എടുത്ത മാവ് തന്നെയാണ്. കടലമാവ് തന്നെയാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. കായം പൊടിയും ചേർക്കുന്നുണ്ട്. പക്ഷേ മുളക് പൊടി ഒഴിവാക്കിയെന്ന് മാത്രം, കാരണം മുളകിന് ഓൾറെഡി എരിവുണ്ടാകുമല്ലോ, അതുകൊണ്ട്. അതിനുശേഷം നമുക്ക് ഇതുപോലെ തന്നെ നല്ല തിളച്ച എണ്ണയിലേക്ക് നമുക്കിത് ഇടാകുന്നതാണ്. ഇട്ട് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരത്തിന് ശേഷം മറിച്ചിടുന്നുണ്ട്. ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് വാങ്ങാവുന്നതാണ്. അങ്ങനെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. സ്വാദിഷ്ടമായ മുളക് ബജ്ജി നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ. അപ്പോൾ ബൈ ബൈ.